അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ജീവിതത്തെ സ്നേഹിച്ച എത്രയോ ആളുകൾ ലോകത്ത് കടന്നു പോയിട്ടുണ്ട്. അതിലേറ്റവും നല്ല വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് സിദ്ദീഖ് തങ്ങളുടെ പേരെ പറയാൻ പറ്റുള്ളൂ. അതേപോലെ ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ ഒരുപാട് റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ട്. എന്നാൽ നബിയെ സ്നേഹിച്ച് കവിത എഴുതി ഹൃദയം മദീനയിലേക്ക് സമർപ്പിച്ച ഒരുപാട് എഴുത്തുകാരുണ്ട്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നബിയുടെ ജീവിതകാലത്ത് തന്നെയുള്ള സ്വഹാബിമാരാണ്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ഒരുപാട് വലിയ എഴുത്തുകാരെയാണ്. നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് ഒരു മദ്ഹ് എഴുത്തുകാരൻ ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട സർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ ജവാബെ ശിഖ്വ, ഇതിൻ്റെ വരികൾ ഓരോന്നും ആ മദീനയെ പ്രണയിക്കുന്നതായിരുന്നു. അത്രത്തോളം ഇഷ്ടമായിരുന്നു അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന് റസൂലുള്ളാഹിനെ. അതേപോലെ തന്നെ ഒരുപാട് എഴുത്തുകാരെ, നമ്മളുടെ ഉമർ ഖാദി റഹിമഹുല്ല, മഹാനവറുകളുടെ വരികളൊക്കെ സ്വല്ലല്ലാഹിൻ്റെ ഓരോ വചനങ്ങളും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന, പ്രണയിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വരികളായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ചരിത്രങ്ങളിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ നമ്മൾക്ക് കാണാം. പുതിയ കാലത്തും ഹബീബിൻ്റെ മദ്ഹ് പലരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പലരും പാടിക്കൊണ്ടിരിക്കുകയാണ്. 1400 സംവത്സര കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മൈലുകൾക്കപ്പുറമുള്ള ഹബീബിൻ്റെ ആ ഹുജറത്തു ഷരീഫയുടെ താഴെ ഉറങ്ങുന്ന ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആലോചിക്കാനും പ്രണയിക്കാനും ഇഷ്ടപ്പെടാനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസൽമാന് കഴിയുന്നുണ്ടെങ്കിൽ, അതേപോലെ മറ്റുള്ള പല മതവിഭാഗത്തിലുള്ള ആളുകൾക്കും ആ ഹബീബിനെ വാഴ്ത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ജീവിതം എത്ര മനോഹരമായിരിക്കും, ആ ജീവിതം അനുഭവിച്ചവരെത്ര മനോഹരമായ ആളുകളായിരിക്കും, ആ ജീവിതത്തെ നേർക്കുനേർ കണ്ട സ്വഹാബത്തിൻ്റെ അനുഭവം എന്തായിരിക്കും, ആ സ്വഹാബത്തിൻ്റെ പ്രണയത്തിൻ്റെ തീവ്രത എന്തായിരിക്കും. നമ്മളും ഹൃദയം അറിഞ്ഞ് സ്നേഹിക്കുക. സ്നേഹം കൊണ്ട് ഷഫാഅത്തുൽ ഉദമ എന്നുള്ളൊരു പദവി റസൂലുള്ളാഹിക്ക് കിട്ടുമെന്നല്ലേ. ആ ഷഫാഅത്തുൽ ഉദമ കിട്ടുമ്പോൾ നമ്മളെയും കൈപിടിച്ചുകൊണ്ട് സ്വർഗീയ ലോകത്തേക്ക് ആനയിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിയും. നമ്മൾ സ്നേഹിച്ചാൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.